അറിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹിതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളായിക്കൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. സമസ്തയുടെ സത്യപാന്താവിൽ നിന്നും വിട്ടുപോയവർക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കട്ടെ, തൗഫീഖ് കൊടുക്കട്ടെ. സമസ്തയുടെ സത്യമാർഗത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു തആല അവർക്കൊക്കെ അവസരം നൽകട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ബുശ്റാക്കുമുല്യവും എന്ന വളരെ പ്രസക്തമായ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ വളരെ പ്രസക്തമായ പരിപാടി. ആ പരിപാടിയിൽ ഇന്ന് പരസ്യങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതുപോലെ നമുക്ക് പറയാനുള്ള, മനസ്സിലാക്കാനുള്ള, ചർച്ച ചെയ്യാനുള്ള വിഷയം ഫിറാസത്തുൽ മുഅ്മിൻ എന്ന വിഷയമാണ്. ഫിറാസത്തുൽ മുഅ്മിൻ, അതിന് നേർക്ക് നേരെ എന്ത് പരിഭാഷ നൽകണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ലക്ഷണശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഫിറാസത്തുൽ മുഅ്മിൻ എന്ന വാക്കിന് ആ പരിഭാഷ പോരാ. മുഖലക്ഷണം എന്ന് പറയുന്നെങ്കിൽ ആ പരിഭാഷയും ഫിറാസ എന്ന വാക്കിന് പോരാ. അങ്ങനെയാണ് ഇമാമുമാരുടെ വിശദീകരണം. അതുകൊണ്ട് തന്നെയാണ് മുഖലക്ഷണമെന്നോ ലക്ഷണശാസ്ത്രമെന്നോ ഒരു വിശദീകരണം, ഒരു പരിഭാഷ കൊടുക്കാതെ ഫിറാസത്തുൽ മുഅ്മിൻ എന്ന ഈ അറബ് വാക്കിൽ തന്നെ ഈ വിഷയം പരിചയപ്പെടുത്താൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിൽ മുതവസ്സിമീൻ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്, ഇത് ഫിറാസയെക്കുറിച്ചാണ് അല്ലാഹു തആല ഇതിൽ സൂചിപ്പിക്കുന്നത് എന്ന്. ധാരാളം ഹദീസുകളിലും ഫിറാസയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫിറാസ? എങ്ങനെയാണ് ഫിറാസയുണ്ടാവൽ? എന്തൊക്കെയാണ് ഫിറാസ കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങൾ? ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് സാവധാനം ഓരോന്നായിക്കൊണ്ട് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഒട്ടനവധി അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ സാമ്പത്തിക പുരോഗതിയാകണമെന്നില്ല. വലിയ വലിയ ധനാഢ്യന്മാർ ജീവിക്കുന്നത് പോലെയുള്ള, സമ്പന്നരായ ആളുകൾ ജീവിക്കുന്നത് പോലെയുള്ള അവസ്ഥകൾ ഒരുപക്ഷെ മുഅ്മിനീങ്ങൾക്ക്, മഹാന്മാരായ ഔലിയായിനുണ്ടാകണമെന്നില്ല. പക്ഷേ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല അവന്റെ മുഅ്മിനീങ്ങൾക്ക് നൽകുന്നു. ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട, അതുമാത്രമല്ല അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം എന്ന് പറയാവുന്ന ഒന്നാണ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഫിറാസ. സാമാന്യമായിക്കൊണ്ട് പറയുകയാണെങ്കിൽ, മനസ്സിലാകുന്നതിന് വേണ്ടി പറയുകയാണെങ്കിൽ കൃത്യമായ പരിഭാഷയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. കേവലം പൊതുവായി ഇതിനെ പരിഭാഷപ്പെടുത്തുമ്പോൾ ലക്ഷണം പറയുക എന്നൊക്കെ പറയാം. പക്ഷെ കൃത്യമായ ഇതിന്റെ പരിഭാഷയല്ല ഇങ്ങനെ. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഫിറാസയെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ലർബുൻ യഹ്സുലു ലിൽ ഇൻസാനി അൻ ഖാതിരിഹി വദാലിക ലർബുൻ മിനൽ ഇൽഹാം ബൽ ലർബുൻ മിനൽ വഹി. ഇതാണ് ഒരു ഇനം. വല്ലർബു സാനി മിനൽ ഫിറാസ, ഫിറാസയിൽ നിന്നുമുള്ള രണ്ടാമത്തെ ഇനം മാ യകൂനു ബിസിനാഅ വഹിയൽ ഇസ്തിദ്ലാൽ ബിൽ അഷ്കാലിൽ ലാഹിറതി അലൽ അഖ്ലാഖിൽ ബാത്തിന. ഈ ഇനത്തെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ലക്ഷണശാസ്ത്രം എന്ന് പറയാം. ലക്ഷണം പറയുക. മുഖലക്ഷണം എന്ന് മുഖമെന്ന ആ നിബന്ധനയോടുകൂടി ഖൈദോടുകൂടി പറയണമെന്നില്ല. ലക്ഷണം പറയുക. ഇത് പരിശീലനം കൊണ്ടും പഠനം കൊണ്ടും ലഭിക്കുന്നതാണ്. പരിശീലനങ്ങളെ കൊണ്ടും പഠനങ്ങളെ കൊണ്ടും ലഭിക്കും. ഇത് അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾക്ക്, സ്വാലിഹീങ്ങൾക്ക് മാത്രമേ ലഭിക്കൂ എന്നില്ല. ലക്ഷണശാസ്ത്രം പഠിക്കുന്നവർ, അതിൽ പ്രത്യേക പരിശീലനം ലഭിച്ചവർ, അവർക്കൊക്കെ ഒരു വ്യക്തിയെ കാണുമ്പോൾ, അതല്ലെങ്കിൽ ഒരു വസ്തുവിനെ കാണുമ്പോൾ ആ വ്യക്തിയെ കണ്ടുകൊണ്ട്, അതല്ലെങ്കിൽ ആ വസ്തുവിനെ കണ്ടുകൊണ്ട് അതിന്റെ മറഞ്ഞ ഭാഗങ്ങളെക്കുറിച്ച്, അവ്യക്തമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ സാധിക്കും. ഇത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഉണ്ടാകൂ എന്ന് പറയാൻ പറ്റൂല. അത് ആ വിഷയത്തിൽ പരിശീലനവും
പഠനവും നടക്കുന്ന ഏതൊരു വ്യക്തിക്കും സാധിക്കുന്ന കാര്യമാണ്. പല ആളുകളും അങ്ങനെ മുഖത്തു നോക്കി ലക്ഷണങ്ങൾ പറയാറുണ്ട്. അത് മുഅ്മിനീങ്ങൾക്കും സാധിക്കും, അല്ലാത്തവർക്കും സാധിക്കും. അത് ആ വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ പ്രത്യേക പരിശീലനങ്ങൾ നേടുമ്പോൾ അവർക്കൊക്കെ സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഫിറാസ അതല്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് പറയുന്നു, ദർബുൻ യഹ്സുലു ലിൽ ഇൻസാനി അൻ ഖാതിരിഹി, ഒരു മനുഷ്യന് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ കരസ്ഥമാകുന്ന വിവരം. വദാലിക ദർബും മിനൽ ഇൽഹാം, ഇത് ഇൽഹാമിൽ നിന്നും ഒരു ഭാഗമാണ്. ബൽ ദർബും മിനൽ വഹ്യി, എന്നല്ല, ഇത് വഹ്യിന്റെ ഒരു സാമ്പിളാണ്, ഒരു വഹ്യിന്റെ ഒരു രൂപമാണ്. വഹ്യി ഏതെങ്കിലും ശാസ്ത്രത്തിൽ, ഏതെങ്കിലും വിദ്യയിൽ പരിശീലനം നേടിയതുകൊണ്ട് ലഭിക്കുന്ന ഒന്നല്ലല്ലോ. ഇൽഹാമും കശ്ഫും ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തതുകൊണ്ടോ ഏതെങ്കിലും ഒരു ഗുരുവിന്റെ അടുക്കൽ പരിശീലനം നടത്തിയത് കൊണ്ടോ ലഭിക്കുന്ന ഒന്നല്ലല്ലോ വഹയും ഇൽഹാമും കശ്ഫും ഒക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഫിറാസയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന ഫീ ഉമ്മത്തി ലമുഹദ്ദസീൻ വ ഇന്ന ഉമറ റളിയല്ലാഹു അൻഹു ലമിൻഹും, എന്റെ ഉമ്മത്തിൽ വിവരം നൽകപ്പെടുന്നവരുണ്ട്, എന്റെ ഉമ്മത്തിൽ വിവരം നൽകപ്പെടുന്നവരുണ്ട്. ഒരു ഗുരുവിൽ നിന്നല്ലാതെ, അഭ്യാസങ്ങളെ കൊണ്ടല്ലാതെ, പ്രത്യേക പഠനങ്ങളെ കൊണ്ടും പരീക്ഷണങ്ങളെ കൊണ്ടുമല്ലാതെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള വിവരങ്ങൾ നൽകപ്പെടുന്നവർ എന്റെ ഉമ്മത്തിലുണ്ട്. വ ഇന്ന ഉമർ റളിയല്ലാഹു അൻഹു ലമിൻഹും, അവരിൽപ്പെട്ടവർ തന്നെയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ഫിറാസ അഥവാ ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു വസ്തുവിനെ കാണുമ്പോൾ, ആ വസ്തുവിനെ കാണുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയും. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെക്കുറിച്ച് ഇതേ രൂപത്തിൽ ഒരു സാധനത്തെ കാണുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. ഇത് ഔലിയാഇന്നും സാലിഹീങ്ങൾക്കും ലഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു അവരുടെ തഫ്സീറിൽ ഇത് സംബന്ധമായിക്കൊണ്ട് ധാരാളം ഹദീസുകൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി, മുഅ്മിനിന്റെ ഫിറാസയെ നിങ്ങൾ സൂക്ഷിക്കണേ, മുഅ്മിനിന്റെ ഫിറാസയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, കാരണം അവൻ അല്ലാഹുവിന്റെ നൂറ് കൊണ്ടാണ് നോക്കുന്നത്. എന്താണ് ഫിറാസ? എങ്ങനെയായിരിക്കും ഫിറാസ? ഇതിലൊക്കെ സൂചന ഈ ഹദീസിലുണ്ട്. നിങ്ങൾ മുഅ്മിനിന്റെ ഫിറാസയെ സൂക്ഷിക്കണേ. ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, കാരണം മുഅ്മിൻ അല്ലാഹുവിന്റെ നൂറ് കൊണ്ടാണ് നോക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇമാം ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു തന്നെ അവരുടെ തഫ്സീറിൽ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലില്ലാഹി ഇബാദ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. യഅരിഫൂന നാസ, അവർ ജനങ്ങളെ അറിയും, ജനങ്ങളെ അവർ മനസ്സിലാക്കും. ബിത്തവസ്സുമി, ഫിറാസ് കൊണ്ട് മനസ്സിലാക്കും, ലക്ഷണങ്ങളെ കൊണ്ട് ജനങ്ങളെ അവർ മനസ്സിലാക്കും. അങ്ങനെയുള്ള ചില അടിമകൾ അല്ലാഹുവിനുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ച സംഭവം ഇതിന് വ്യക്തമായ ഉദാഹരണമാണ്. ജനങ്ങളെ പ്രത്യേകം അവർ തിരിച്ചറിയും, ജനങ്ങളെ പ്രത്യേകം ഫിറാസ കൊണ്ട്, ലക്ഷണങ്ങൾ നോക്കിക്കൊണ്ട് ജനങ്ങളെ പ്രത്യേകം മനസ്സിലാക്കുന്ന ചില അടിമകൾ അല്ലാഹുവിനുണ്ട്. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും പറയുന്ന ഒരു ഹദീസ് ഇമാം തബരി തന്നെ പറയുന്നു, ഇഹ്ദറൂ, നിങ്ങൾ സൂക്ഷിക്കണേ, ഫിറാസത്തൽ മുഅ്മിനി, മുഅ്മിനിന്റെ ഫിറാസയെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്നഹു, കാരണം മുഅ്മിൻ യൻദുറു ബിനൂരില്ലാഹ്, അല്ലാഹുവിന്റെ നൂറ് കൊണ്ടാണ് അവൻ നോക്കുന്നത്. വയന്തിഖു ബിതൗഫീഖില്ലാഹ്,
അവന്റെ സംസാരം അള്ളാഹുവിന്റെ തൗഫീഖിന്റെ അകമ്പടിയോടുകൂടിയാണ്. എത്ര കൃത്യമാണ് ഈ ഹദീസ്! മുഅ്മിന്റെ ഫിറാസയെ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം മുഅ്മിന് നോക്കുന്നത് അള്ളാഹുവിന്റെ നൂറ് കൊണ്ടാണ്. മുഅ്മിനായ മനുഷ്യൻ സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹത്തോടുകൂടി തൗഫീഖോടുകൂടിയാണ്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു ഇരുട്ടുള്ള റൂമിലേക്ക് ആ റൂമിന്റെ പുറത്തു നിന്നുകൊണ്ട് നാം നോക്കിയാൽ ആ റൂമിലുള്ള വസ്തുക്കളെക്കുറിച്ച്, ആ റൂമിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ, ആ ഉള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് ഒന്നും നമുക്കറിയില്ല. റൂം നിറയെ ഇരുട്ടായിരിക്കും. അതേസമയത്ത് ഒരു ടോർച്ച് ഇങ്ങനെ അടിച്ചുപിടിച്ച് ഒരു ടോർച്ചിന്റെ ലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് ആ റൂമിലേക്ക് നോക്കുന്നതെങ്കിലോ റൂമിൽ എന്തൊക്കെ വസ്തുക്കളുണ്ട് ഇത് നമുക്ക് പറയാൻ സാധിക്കും. ആ ലൈറ്റിന്റെ പ്രകാശത്തിന്റെ ശക്തിക്കനുസരിച്ച് റൂമിലുള്ള വസ്തുക്കളെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കും. എന്നാൽ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫഇന്നഹു മുഅ്മിനായ മനുഷ്യൻ യൻളുറു, അവൻ നോക്കുന്നു, ബിനൂരില്ലാഹ്, അവൻ നോക്കുമ്പോ അവന്റെ നോട്ടത്തിന്റെ കൂടെ ഒരു ടോർച്ചുണ്ട്, ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് നാം സാധാരണ കാണുന്ന ടോർച്ചിന്റെ ലൈറ്റ് അല്ല, അള്ളാഹുവിന്റെ നൂറാണ്. അള്ളാഹുവിന്റെ നൂറിന്റെ സഹായത്തോടു കൂടിയാണ് നോക്കുന്നത്. പിന്നെ ആ ഭാഗത്ത് ഇരുട്ടില്ല, പ്രകാശം തന്നെ. ആ പ്രകാശമാണെങ്കിലോ അള്ളാഹു നൽകുന്ന പ്രകാശം, അള്ളാഹുവിന്റെ നൂറ്. പിന്നെ ആ പ്രകാശത്തിന്റെ വ്യക്തതയെക്കുറിച്ച് പറയാനില്ലല്ലോ. അതുകൊണ്ട് സാധാരണ ആളുകൾക്ക് കാണാത്ത പലതും മുഅ്മിനീങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സാധനത്തെ കാണുമ്പോൾ സാധാരണ ആളുകൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവാത്ത പലതും ഈ മുഅ്മിനായ മനുഷ്യന് കാണാൻ സാധിക്കും. കാരണം അവൻ ഒരു ടോർച്ചിന്റെ, ഒരു ലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് നോക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നെങ്കിൽ സാധാരണ ആളുകൾക്ക് പറയാൻ സാധിക്കാത്ത പലതും പറയാൻ സാധിക്കും. കാരണം അവന്റെ സംസാരം ബിതൗഫീഖില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടിയാണ്. മഹാന്മാരായ ഔലിയാഇന്റെ, നമ്മുടെ ഉസ്താദുമാരുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ധാരാളം ഉദാഹരണങ്ങൾ നമുക്കിതിനെ കാണാൻ സാധിക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ എന്ന, നിങ്ങൾ സൂക്ഷിക്കണം. ഇഹ്ദറൂ, നിങ്ങൾ സൂക്ഷിക്കണേ എന്ന, ഈ രൂപത്തിലാണ് ഹദീസുകളുള്ളത്. നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയാനുണ്ടായ കാരണം എന്താ? നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയാനുണ്ടായ കാരണം, നിങ്ങൾ എന്തെങ്കിലും അയ്ബുകളുള്ളവരായിരിക്കും, എന്തെങ്കിലും ന്യൂനതകളുള്ളവരായിരിക്കും. ഈ ന്യൂനതകൾ നിങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ന്യൂനതകൾ ജനങ്ങൾ അറിയുകയില്ല. ഈ മറച്ചുവെക്കപ്പെട്ട ന്യൂനതകളോട് കൂടെയായിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യനെ നിങ്ങൾ സമീപിക്കുന്നുണ്ടാവുക. ആ മുഅ്മിനായ മനുഷ്യൻ നിങ്ങൾ മറച്ചുവെച്ച ഈ ന്യൂനതയെ തിരിച്ചറിയും. ഒരുപക്ഷെ ആ മുഅ്മിനായ മനുഷ്യൻ നിങ്ങൾ മറച്ചുവെച്ചിട്ടുള്ള ഈ ന്യൂനതയെ, നിങ്ങളുടെ കാപട്യത്തെ പുറത്തു കൊണ്ടുവരും. അപ്പോൾ ആളുകൾക്കിടയിൽ നിങ്ങൾ ഐബിലാകും. ഇത് നിങ്ങൾ സൂക്ഷിക്കണേ, ഇതിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. നിങ്ങൾ മറച്ചുവെച്ചിട്ടുള്ള ആ കാപട്യം സാധാരണ ആളുകൾക്കറിയില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, മഹാന്മാർ, സ്വാലിഹീങ്ങൾ, അവർക്ക് ഈ ന്യൂനത അറിയാൻ സാധിക്കും. അവർ പറയും. അപ്പോൾ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ മോശക്കാരാകും. ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അവരുടെ മുസ്തദറക്കിൽ പറയുന്ന ഒരു സംഭവം നമുക്കിങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബിമാരോടൊന്നിച്ച് ബദറിലേക്ക് പോവുകയാണ്. ബദറിലേക്ക് പോകുന്ന സമയത്ത് റൗഹ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. റൗഹ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ അവിടെ വെച്ച് അഹ്ലുൽ ബാദിയയിൽപ്പെട്ട മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരു മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും ബദറിൽ പോകുന്ന വഴിക്ക് കണ്ടു. ഫസഅലഹുൽ ഖൗമു അൻ ഖബറിൻ നാസ് ഫലം യജിദു ഇൻദഹു ഖബറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബിമാർ റൗഹായിൽ വെച്ചുകൊണ്ട് കണ്ട
അഹ്ലുൽ ബാദിയിൽപ്പെട്ട ഈ മനുഷ്യനോട് ശത്രുക്കളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞപ്പോ ഈ മനുഷ്യന് ആ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ മനുഷ്യന് അത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും ഒരു ബോധവുമില്ല. ഫഖാലൂ ലഹു, സഹാബിമാർ ഈ മനുഷ്യനോട് പറഞ്ഞു, സല്ലിം അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറയണം. ഫഖാല, ഈ മനുഷ്യൻ ചോദിച്ചു, അവ ഫീക്കും റസൂലുള്ളാഹ്, അല്ല നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹിന്റെ റസൂലുണ്ടോ? ഖാലൂ നഅം, അതെ ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലുണ്ട് എന്ന് സഹാബിമാർ മറുപടി പറഞ്ഞു. സഹാബിമാർ മറുപടി പറഞ്ഞപ്പോ ഖാലൽ അഅറാബിയു, ഈ മനുഷ്യൻ പറഞ്ഞു, ഫഇൻ കുൻത റസൂലല്ലാഹ്, നീ അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ഈ മനുഷ്യൻ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ ഫഅഖ്ബിർനി മാ ഫീ ബത്നി നാഖതി ഹാദിഹി, ഞാൻ യാത്ര ചെയ്യുന്ന ഈ ഒട്ടകത്തിന്റെ വയറിൽ എന്താണുള്ളത് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ ഞാൻ യാത്ര ചെയ്യുന്ന ഈ ഒട്ടകത്തിന്റെ വയറിൽ എന്താണുള്ളത് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഇത് കേട്ടപ്പോ ഫഖാല ലഹു സലമത്ത് ബിനു സലാമത്ത് ബിനു വഖ്ഷ് റളിയല്ലാഹു അൻഹു, സഹാബിമാരുടെ കൂട്ടത്തിലുള്ള സലമത്ത് ബിനു സലാമ എന്ന ആ ചെറുപ്പക്കാരനാകുന്ന വക്കാന ഗുലാമൻ ഹദസ, വളരെ ചെറുപ്രായക്കാരനാ. ഈ വളരെ ചെറുപ്രായക്കാരനാകുന്ന ഈ കുട്ടിയാകുന്ന ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഹുസ്ത അലർ റജുലി യാ സലമ, അല്ല സലമ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നീ അയാളെ മോശമാക്കണോ? ഈ സംഗതിയൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ മോശമാക്കണോ? സുമ്മ അഅറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റജുൽ ഫലം യുകല്ലിമുഹു കലിമ, പിന്നെ ഈ മനുഷ്യനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിൽ ഒന്നും സംസാരിച്ചില്ല. ഹത്താ ഖഫലു, അങ്ങനെ ബദറിൽ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ വസ്തഖ്ബലഹുമുൽ മുസ്ലിമൂന ബിർറൗഹാഇ യുഹന്നിഊനഹും, റൗഹായിൽ വെച്ചുകൊണ്ട് ബദറിൽ നിന്ന് തിരിച്ചു വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബിമാരെയും അവിടെയുള്ള മുസ്ലിമീങ്ങൾ സ്വീകരിച്ചു. ഭയങ്കര സ്വീകരണം നൽകി. കാരണം ബദറിൽ നിന്ന് വലിയ വിജയത്തോടു കൂടിയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും വരുന്നത്. ഫഖാല സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, മല്ലദീ യുഹന്നിഊനക, എന്തിനാണ് ഈ മുസ്ലിമീങ്ങൾ നമ്മളെ ഇത്രമാത്രം സ്വീകരിക്കുന്നത്? നമ്മൾ ഇത്രമാത്രം സ്വീകരിക്കേണ്ടുന്ന കാര്യം എന്താ? വല്ലാഹി ഇൻ റഅയ്നാ അജായിദ സുൽഅൻ കൽ ബുദിൽ മുഅല്ലക ഫനഹർനാഹ, കാരണം ഇവിടെ സംഭവിച്ച കാര്യം എന്താ? ബദറിൽ പോയി മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്തു, അവരെ നമ്മൾ പരാജയപ്പെടുത്തി, നമ്മൾ തിരിച്ചു വരുന്നു. അതിലെന്താ ഇത്ര അത്ഭുതം? കാരണം പ്രായം ചെന്ന, മുടികൊഴിഞ്ഞു പോയ, ബന്ധിക്കപ്പെട്ട ഒട്ടകങ്ങളെ നമ്മൾ കണ്ടു. ഒട്ടകങ്ങളെ കണ്ടപ്പോൾ ആ ഒട്ടകങ്ങളെ നമ്മൾ അറുക്കുകയും ചെയ്തു. ഇതല്ലേ സംഭവിച്ചുള്ളൂ. ഇതിൽ ഇത്രമാത്രം ഉപഹാരങ്ങളും അനുമോദനങ്ങളും നമുക്ക് നൽകേണ്ടതുണ്ടോ? അഥവാ ബദറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ബദറിൽ എന്ത് സംഭവിക്കും, എന്താണ് അവിടെയുള്ള മുശ്രിക്കുകളുടെ അവസ്ഥ എന്ന് മഹാനായ സലമത്ത് ബിൻ സലമ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിട്ടുണ്ട്. ബന്ധിക്കപ്പെട്ട കെട്ടിടപ്പെട്ട ഒട്ടകങ്ങളാണെങ്കിൽ അതിനെ അറുക്കുക, അതിനെ കൊന്നുകളയുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ലേ? ഇതല്ലേ നമ്മൾ ചെയ്തുള്ളൂ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഇന്ന ലികുല്ലി ഖൗമിൻ ഫിറാസ വ ഇന്നമാ യഅരിഫുഹൽ അശ്റാഫു. ഫിറാസ നല്ല മനുഷ്യന്മാർക്കാണ് ഉണ്ടാവുക. നല്ല മനുഷ്യന്മാർക്ക് ഫിറാസയുണ്ടാകും. മഹാനായ സലമത്ത് ബിൻ സലമ റളിയല്ലാഹു അൻഹു രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ റസൂലാണെങ്കിൽ എന്റെ ഒട്ടകത്തിന്റെ വാരിൽ എന്താണുള്ളത് നിങ്ങൾ പറയണമെന്ന് ആവശ്യപ്പെട്ട അഅറാബിയോട് മഹാനായ സലമത്ത് ബിൻ സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ഒട്ടകത്തിന്റെ വാരിൽ എന്താണുള്ളത് ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഒട്ടകത്തിന്റെ വാരിലുള്ളത് നിന്റെ കുട്ടിയാകുന്നു. ഒന്ന്. രണ്ടാമത്, ബദറിൽ വിജയിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന നബിയെയും സഹാബിമാരെയും സ്വീകരിച്ച മുസ്ലിമീങ്ങളുടെ ഈ ആഹ്ലാദത്തിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിന് മാത്രം കാര്യമുണ്ടോ? കാരണം എന്താണ് ബദറിൽ സംഭവിക്കുക, എന്താണ് മുശ്രിക്കുകളുടെ അവസ്ഥ? ഇത് സലമത്ത് ബിൻ സലമ റളിയല്ലാഹു അൻഹു മുമ്പേ മനസ്സിലാക്കി ഫിറാസയിലൂടെ. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വ ഇന്നമാ യഅരിഫുഹൽ അശ്റാഫു. അഷ്റാഫിനാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഫഇന്നഹു യൻദുറു ബിനൂരില്ല, അള്ളാഹുവിന്റെ നൂറിന്റെ സഹായത്തോടു കൂടിയാണ് ഇവർ നോക്കുന്നത്. സാധാരണ ആളുകൾ നോക്കുമ്പോ ഇരുട്ടായിരിക്കും അവർക്ക് അനുഭവപ്പെടുക, എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവൂല. എന്നാൽ അള്ളാഹുവിന്റെ നൂറ് ലഭിച്ച ആളുകളാണെങ്കിൽ ആ നൂറ് കൊണ്ട് സാധാരണക്കാർക്ക് അനുഭവപ്പെടുന്ന ഇരുട്ട് നീക്കാൻ സാധിക്കും. ഇരുട്ട് നീങ്ങിയാലോ അവിടെയുള്ള രഹസ്യങ്ങളൊക്കെ പറയാൻ സാധിക്കും. അതാണല്ലോ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ കാണുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലുള്ളത് ഞാൻ കാണും. ഇത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ അത്ഭുതമുള്ള കാര്യമല്ല. ഇത് അത്ഭുതമുള്ള കാര്യമല്ല. ഇത് എങ്ങനെ മുഹീദ്ദീൻ ശൈഖിന് അത് സാധിക്കുക? തീർച്ചയായും സാധിക്കും. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളാകുമ്പോ അള്ളാഹുവിന്റെ നൂറോടുകൂടിയായിരിക്കും അവർ നോക്കുന്നുണ്ടാവുക. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എങ്ങനെയാണ് ഈ നൂറ് ലഭിക്കുക? എങ്ങനെയാണ് ഈ നൂറ് ലഭിക്കൽ? അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ഹൽ തദറൂന അയ്യുന്നാസി അക്കിയസു. ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ. മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ. വ അഹ്സനുഹും ലഹു ഇസ്തിഅദാദ. മരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഒരുങ്ങിയിരിക്കുന്നവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ. ഖാലു യാ റസൂലല്ലാഹ് ഹൽ ലിദാലിക മിൻ അലാമ. മരണത്തിന് ഏറ്റവും കൂടുതൽ ഒരുങ്ങിയിരിക്കുന്നവരാണ്, മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ. എന്നാൽ ഒരു മനുഷ്യൻ നല്ലോണം മരണത്തെ ഓർക്കുന്നുണ്ട്, മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നുണ്ട് എന്നെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിന്റെ അടയാളം എന്താണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ, അത് മനസ്സിലാക്കാൻ സാധിക്കും. അത്തജാഫി അൻ ദാരിൽ ഖുറൂർ. ദാറുൽ ഖുറൂറിനെ തൊട്ടുള്ള തജാഫി അഥവാ ദുന്യാവിനെ തൊട്ടുള്ള അകൽച്ച, ഭൗതിക സുഖാഡംബരങ്ങളിൽ നിന്നുമുള്ള അകൽച്ച. വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്. ദാറുൽ ഖുലൂദിലേക്കുള്ള മടക്കം, അല്ലാഹുവിലേക്കുള്ള ഇനാബ, അല്ലാഹുവിലേക്കുള്ള മടക്കം. ഫഇദാ ദഖലൻ നൂറു ഫിൽ ഖൽബി ഇൻഫസഹ. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ, ദാറുൽ ഖുറൂറിൽ നിന്നുമുള്ള അഥവാ ദുന്യാവിനെ തൊട്ടുള്ള അകൽച്ചയും അല്ലാഹുവിലേക്കുള്ള അടുപ്പവും ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നൂറ് പ്രവേശിക്കും. ആ വ്യക്തിയിൽ നൂറ് പ്രവേശിക്കും. നൂറ് പ്രവേശിച്ചാലോ ഇൻഫസഹ, തന്റെ ഹൃദയം വിശാലമാകും. ഹൃദയം വിശാലമാകും. ഹൃദയം വിശാലമായാലോ സാധാരണ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത, അറിയാൻ സാധിക്കാത്ത, സൂക്ഷിക്കാൻ സാധിക്കാത്ത പലതും ഹൃദയത്തിൽ സൂക്ഷിക്കാനും പലതും കണ്ടെത്താനും ആലോചനയിലൂടെ, ചിന്തയിലൂടെ പലതും മനസ്സിലാക്കാനും നോട്ടത്തിലൂടെയും മറ്റ് ഇടപെടലുകളുടെ അറിയാനും ഇവർക്ക് സാധിക്കും. ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്ന മറ്റു ചില വിശദീകരണങ്ങളും കൂടി നാം മനസ്സിലാക്കുക.
മൻ ഗല്ല ബസറഹു അനിൽ മഹാരിമി. മൻ ഗല്ല ബസറഹു, ഒരു മനുഷ്യൻ ഹറാമുകളെ തൊട്ട് തന്റെ കണ്ണിനെ അടച്ചു. ഇത് റിസാലത്തുൽ ഖുശൈരിയുടെ വിശദീകരണമാണ്. വ അംസക നഫ്സഹു അനിശ്ശഹവാതി, ഭൗതികമായ താൽപര്യങ്ങളെ തൊട്ട് തന്റെ നഫ്സിനെ തടഞ്ഞു വെക്കുകയും ചെയ്തു. വ അമറ ബാത്തിനഹു ബിദവാബിൽ മുറാഖബ, ഹൃദയത്തിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുമുണ്ടായി. വ ലാഹിറഹു ബിത്തിബാഇ സുന്ന, തന്റെ ബാഹ്യ പ്രവർത്തനങ്ങൾ എപ്പോഴും ശരീഅത്ത് അൽഹൽ, ഹലാലിനെ മാത്രം ഭക്ഷിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ ഗുണങ്ങളുണ്ടായാൽ ലം തുഖ്തി ഫിറാസതുഹു, അവന്റെ ഫിറാസ പിഴക്കൂല. എത്ര മനോഹരമാണ് ഈ വിശദീകരണം. റിസാലത്തുൽ ഖുശൈരി എന്ന പ്രസിദ്ധമായ കിതാബിൽ പറയുന്നു, മൻ ഗല്ല ബസറഹു അനിൽ മഹാരിമി, തന്റെ കണ്ണുകളെ കൊണ്ട് ഹറാമുകൾ കാണുന്നില്ല. വ അംസക നഫ്സഹു അനി ശഹവാതി, ഭൗതിക താൽപര്യങ്ങളിൽ നിന്നും തന്റെ ശരീരത്തെ മാറ്റി നിർത്തുന്നു. വ അമറ ബാത്തിനഹു ബിദവാമിൽ മുറാഖബ, എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് തന്റെ ഹൃദയത്തിലുള്ളത്. വ ലാഹിറഹു ബിത്തിബാഇ സുന്ന, തന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും സുന്നത്തിനോട് ഇത്തിബാഇ ചെയ്തുകൊണ്ട്. വ തഅവ്വദ അക്ലൽ ഹലാലി, ഹലാലിനെ മാത്രമേ ഭക്ഷിക്കുന്നുള്ളൂ. എങ്കിൽ ലം തുഖ്തി ഫിറാസതുഹു, ഒരു വസ്തുവിലേക്ക് നോക്കി അഭിപ്രായം പറഞ്ഞാൽ അത് പിഴക്കൂല. അവൻ മോശക്കാരനാണെന്ന് പറഞ്ഞാൽ അവൻ മോശക്കാരൻ തന്നെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അനുഭവം, ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട സംഭവം ബഹുമാനപ്പെടൂല. മഹാനായ അഹ്മദ് ബിൻ ആസിമുൽ അന്താക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, വലിയ സൂഫിയാണ്, ആരിഫാണ്, വലിയ ഔലിയാക്കളിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ആസിമുൽ അന്താക്കി റളിയല്ലാഹു അൻഹു. റിസാലത്തുൽ ഖുശൈരി തന്നെയാണ് ഈ സംഭവം വിശദീകരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇദാ ജലസ്തും അഹ്ല സിദ്ഖി, നല്ല മനുഷ്യന്മാരോട് നിങ്ങൾ പെരുമാറുമ്പോ ഫജാലിസൂഹും ബിസിദ്ഖ്, കാപട്യത്തോടുകൂടി നിങ്ങൾ പെരുമാറരുത്. നല്ല മനുഷ്യന്മാരോട് നിങ്ങൾ പെരുമാറുമ്പോൾ ഫജാലിസൂഹും ബിസിദ്ഖ്, കാപട്യത്തോടുകൂടി നിങ്ങൾ പെരുമാറരുത്. കാരണം ഫഇന്നഹും ജവാസീസുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ജാസൂസുകളാണ് അവർ. ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളെ അറിയാൻ അവർക്ക് സാധിക്കും. ഹൃദയത്തിന്റെ ജാസൂസുകളാണെന്ന് പറഞ്ഞാൽ ചാരപ്രവർത്തനം നടത്തിക്കൊണ്ട് ഹൃദയത്തിൽ നിങ്ങൾ മറച്ചുവെച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ചാരപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഭൗതിക ചാരപ്രവർത്തനമായിക്കൊണ്ട് മനസ്സിലാക്കരുത്. നമ്മൾ ആരും അറിയില്ല, ആരും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഒരാളും മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ നമ്മൾ കരുതി സമാധാനിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ മഹാനായ അഹ്മദ് ബിൻ ആസിമുൽ അന്താക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ഔലിയാക്കന്മാരോട് പെരുമാറുമ്പോൾ, അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഫജാലിസുഹും ബിസിദ്ഖ്, നിങ്ങൾ കാപട്യത്തോടുകൂടി ഇരിക്കരുത്. ഫഇന്നഹും ജവാസീസുൽ ഖുലൂബ്, കാരണം ഹൃദയത്തിന്റെ ജാസൂസുകളാണ്, ഹൃദയത്തിലുള്ള കാര്യങ്ങളെ രഹസ്യങ്ങളെ അറിയാൻ സാധിക്കുന്നവരാണവർ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, യദ്ഖുലൂന ഫീ ഖുലൂബിക്കും, അവർ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കും. വയഖ്റുജൂന മിൻഹാ മിൻ ഹൈസു ലാ തഹ്സൂൻ, നിങ്ങൾ അറിയാത്ത രൂപത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കിക്കൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു പക്ഷേ നിങ്ങൾ ഐബിലാകാം, നിങ്ങൾ മാനക്കേടിലാവാം. അതാണല്ലോ നേരത്തെ അഅറാബിയുടെ സംഭവത്തിലുണ്ടായത്. നേരത്തെ ഞാൻ ഉദ്ധരിച്ച മുസ്തദറക്കിൽ നിന്നും ഉദ്ധരിച്ച അഅറാബിയുടെ സംഭവത്തിലുണ്ടായതല്ലേ. നല്ല മനുഷ്യരായിക്കൊണ്ട് അഭിനയിക്കുന്ന കപടന്മാർ, ആ കപടന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മഹാന്മാരായ ഔലിയാ പറയും, മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെയുള്ള നമ്മുടെ ഉസ്താദുമാരൊക്കെ ഇത്തരത്തിൽ ഫിറാസയുള്ളവരും പലരും ഈ പല ആളുകളെക്കുറിച്ചും ഇങ്ങനെ അഭിപ്രായപ്പെട്ടവരുമാണ്. എന്തിനധികം ഇന്നും സമൂഹത്തിന്റെ കേരള മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മുടിയൻ മൗലിയര്, ആ മുടിയൻ മൗലിയരെ കുറിച്ച് മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങൾ ശംസുൽ ഉലമയൊക്കെ പറഞ്ഞതല്ലേ, ഇദ്ദേഹം സിയോണിസ്റ്റ് ഏജന്റാണ് എന്നുള്ളത് അല്ലേ? അത് തന്നെയാണല്ലോ അദ്ദേഹത്തിലൂടെ നാം ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്നതും. അത് തന്നെയാണല്ലോ.
മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന ഫിറാസയെക്കുറിച്ചാണ് ഞാൻ വിശദീകരിച്ചതൊക്കെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അലി ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 320 മരണപ്പെട്ട മഹാനാണവർ. ബഹുമാനപ്പെട്ടവർ ഫിറാസയെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫബിൽ ഫറസി യഖ്തഉ മസാഫത്തുദ് ദുനിയ. ഒരു മനുഷ്യൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ദൂരങ്ങൾ പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കും. എന്നാൽ വബിനൂരില്ലാഹി തആല യഖ്തഉ മസാഫത്തൽ ഖൽബ്. അള്ളാഹുവിന്റെ നൂറോടുകൂടിയാണ് നോക്കുന്നതെങ്കിൽ ഹൃദയത്തിന്റെ മറകളെ, ഹൃദയങ്ങൾക്കിടയിലുള്ള അകലങ്ങളെ ഇല്ലാതെയാക്കാൻ സാധിക്കും. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യൻ ഒരുപാട് ദൂരങ്ങൾ പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിന്റെ നൂറിന്റെ സഹായത്താൽ യഖ്തഉ മസാഫത്തൽ ഖൽബ്, ഹൃദയങ്ങൾക്കിടയിലുള്ള അകലം, ഹൃദയങ്ങൾക്കിടയിലുള്ള മറകൾ, ഈ മറകളെ നീക്കിക്കളയാൻ, പൊളിക്കാൻ സാധിക്കും. വദാലിക അന്ന അലൽ അശ്യാഇ ദലായിൽ. പല വസ്തുക്കൾക്കും അല്ലാഹു ചില ലക്ഷണങ്ങൾ, ചില അടയാളങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അടയാളങ്ങളെ അല്ലാഹു നൽകുന്ന ഈ നൂറിന്റെ സഹായത്താൽ കാണാൻ സാധിക്കും. വഇദം തലഅൽ ഖൽബു, ഒരു മനുഷ്യന്റെ ഹൃദയം നിറഞ്ഞാൽ, മിൻ നൂരില്ലാഹി തആല, അല്ലാഹു തആലയുടെ നൂറിനാൽ ഒരു മനുഷ്യന്റെ ഹൃദയം നിറഞ്ഞാൽ, നളറത്തി ഐനാ ഖൽബിഹി ബിനൂരിഹി, അവൻ അല്ലാഹു തആല നൽകിയിട്ടുള്ള നൂറിന്റെ സഹായത്തോടുകൂടി അവന്റെ ഹൃദയത്തിന്റെ കണ്ണുകളായിരിക്കും പിന്നെ നോക്കുക. എത്ര മനോഹരമാണ് ഈ വിശദീകരണങ്ങൾ! അല്ലാഹു നൽകുന്ന നൂറിനാൽ ഒരു മനുഷ്യന്റെ ഹൃദയം നിറഞ്ഞു കഴിഞ്ഞാൽ, നളറത്ത് ഐനാ ഖൽബിഹി ബിനൂരിഹി, അല്ലാഹു നൽകുന്ന നൂറിനാൽ തന്റെ ഹൃദയത്തിന്റെ കണ്ണുകളായിരിക്കും പിന്നെ നോക്കുന്നുണ്ടാവുക. തുടർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അലി ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നീട് ഈ കണ്ണുകളെ കൊണ്ട് നോക്കുമ്പോൾ സാധാരണ കണ്ണുകളെ കൊണ്ട് കാണാത്ത പലതും അറിയാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കും. ഇങ്ങനെ ധാരാളം വിശദീകരണങ്ങൾ നമുക്ക് ഫിറാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരാകുന്ന ഇമാമുമാരുടെ കിതാബുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ചവർ, ഈ ലഭിച്ചവർക്ക് ഒരു വസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ആ വസ്തുവിനെക്കുറിച്ച് കേൾക്കലോ, ആ വസ്തുവിനെ കാണലോ, ആ വസ്തുവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആ വസ്തുവിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ തന്നെ മഹാന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കിതാബുകൾ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഫിറാസയെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, വഖഫ നസ്റാനിയുൻ അലൽ ജുനൈദ് റഹിമഹുല്ലാഹ് വഹുവ യതകല്ലമു ഫിൽ ജാമിഅ അലന്നാസ്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പള്ളിയിൽ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്. ജനങ്ങൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരു നസ്രാനിയായ മനുഷ്യൻ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ വഅദ് കേൾക്കാൻ വേണ്ടി വന്നു. അങ്ങനെ സദസ്സിന്റെ പുറത്തു നിന്നുകൊണ്ട് ഈ നസ്രാനിയായ മനുഷ്യൻ ഷെയ്ഖിനെ വിളിച്ചു, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വിളിച്ചു. അയ്യുഹ ഷെയ്ഖ്, അല്ലയോ ഷെയ്ഖേ, മാ മഅന ഹദീസി ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ, മുഅ്മിന്റെ ഫിറാസയെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറയുന്ന ഹദീസിന്റെ അർത്ഥം എന്താണ്? നസ്രാനിയ മനുഷ്യൻ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ടപ്പോ ഫഅത്രഖൽ ജുനൈദ് റളിയല്ലാഹു അൻഹു തല താഴ്ത്തിപ്പിടിച്ചു. സുമ്മ റഫഅ റഅസഹു, പിന്നെ തല ഉയർത്തി. വഖാല, എന്നിട്ട് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിമാവ്. എന്താ ചോദ്യം? ഒരു ഹദീസിന്റെ അർത്ഥമാണ് ഈ ക്രിസ്ത്യാനിയാകുന്ന മനുഷ്യൻ ജുനൈദുൽ ബഗ്ദാദിയോട് ചോദിക്കുന്നത്.
ഈ ചോദ്യം കേട്ടപ്പോ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തല അല്പം താഴ്ത്തിപ്പിടിക്കുകയും പിന്നീട് തല ഉയർത്തുകയും ചെയ്തിട്ട് ഈ ജുനൈദുൽ ബഗ്ദാദിയോട് ഹദീസിന്റെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്ലിം, നീ മുസ്ലിമാവ്, ഫഖദ് ജാഅ വഖ്തു ഇസ്ലാമിക, നീ മുസ്ലിം ആവാനുള്ള സമയമായിട്ടുണ്ട്, അതുകൊണ്ട് നീ മുസ്ലിം ആയിക്കോ. ഫഅസ്ലമൽ, അപ്പാ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് മുസ്ലിം ആവുകയും ചെയ്തു. ഇത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഫിറാസയായിരുന്നു. ഇങ്ങനെ ഇഷ്ടം പോലെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഇമാം മാലിക് റളിയല്ലാഹുവിനെ കുറിച്ച്, മഹാന്മാരെ കുറിച്ചൊക്കെ ഈ രൂപത്തിൽ കാണാൻ സാധിക്കും. വസുഇല ബഅദുഹും അനിൽ ഫിറാസ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ചില ഇമാമുമാർ ഫിറാസയെ കുറിച്ച് വിശദീകരിക്കുന്നത് അർവാഹുൻ തതഖല്ലബു ഫിൽ മലകൂതി ഫതശ്രിഫു അലൽ ഔലിയ, ചില റൂഹുകളാണ്, അത് അല്ലാഹുവിന്റെ മലകൂത്തിൽ അവകൾ ചുറ്റിക്കറങ്ങും. ആ ചുറ്റിക്കറങ്ങുന്ന റൂഹുകൾ ഔലിയായിൽ വെളിപ്പെടും. അങ്ങനെ വെളിപ്പെടുമ്പോഴാണ് അലാ ബഅദിൽ ഉയൂബ്, അങ്ങനെ വെളിപ്പെടുമ്പോഴാണ് ഈ ഔലിയാഇന്റെ സ്വാലിഹീങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ, അവ്യക്തമായ മറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇങ്ങനെ എത്ര അത്ഭുതങ്ങൾ പറഞ്ഞാലും എത്ര ഗൈബുകൾ പറഞ്ഞാലും അതുകൊണ്ടൊന്നും അവർ അള്ളാഹുവിന്റെ സിഫത്ത് ഉള്ളവരാവുകയില്ല. കാരണം ഫഹുവ ബിഇലാമിഹി വ ഇത്തിലാഇഹി ലഹും, കാരണം എന്ത് ലഭിച്ചാലും അതൊക്കെ അള്ളാഹു അവർക്ക് നൽകിയതാണല്ലോ. എന്ത് ലഭിച്ചാലും അള്ളാഹു നൽകിയതിന്റെ കൊണ്ടാണല്ലോ അവർക്ക് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ വിവരം ആ രൂപത്തിലല്ലല്ലോ, അള്ളാഹുവിന് ആരും കൊടുത്ത വിവരമല്ലല്ലോ. അതുകൊണ്ട് ഈ മഹാന്മാർ എത്ര തന്നെ ഗൈബുകൾ പറഞ്ഞാലും അള്ളാഹുവിന്റെ സിഫത്തുള്ളവരാകുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു സൂറത്ത് യൂനിസിലെ 57-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായ, അതിലേറെ രസകരമായ, അത്ഭുതകരമായ ഒരു വിശദീകരണം നടത്തുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ ആയത്ത് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, 4 കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളിലേക്ക് മൗഇദത്ത് കൊണ്ടുവന്നിരിക്കുന്നു. റബ്ബിന്റെ പക്കൽ നിന്നുള്ള മൗഇദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്കുള്ള ശിഫയെയും കൊണ്ടുവന്നിരിക്കുന്നു. വഹുദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കുള്ള ഹുദയും കൊണ്ടുവന്നിരിക്കുന്നു. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ള റഹ്മത്തും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് 4 കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന്, മൗഇദത്തും മിർ റബ്ബിക്കും, 2 ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, 3 ഹുദ, 4 റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന കത്വബീബിൽ ഹാദിഖി, നിപുണനായ ഒരു ചികിത്സക്കാരനെ പോലെയാണ്. എന്താണ് ആ ചികിത്സക്കാരന്റെ ഔഷധങ്ങൾ? വഹാദൽ ഖുർആനു ഇബാറത്തുൻ അൻ മജ്മൂഇ അദ്വിയതിഹി, ആ ചികിത്സക്കാരനുള്ള ഔഷധങ്ങൾ, മരുന്നുകൾ ഈ ഖുർആനാണ്. സുമ്മ ഇന്ന തബീബ ഇദാ വസല ഇലൽ മരീദി ഫലഹു മഅഹു മറാത്തിബുൻ അർബഅ, ഒരു ഡോക്ടർ, ഒരു വൈദ്യൻ, ഒരു ചികിത്സക്കാരൻ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ 4 അവസ്ഥകളായിരിക്കും ഈ ചികിത്സക്കാരൻ ഉണ്ടാവുക. ഒന്ന്, അൽ മർത്തബത്തുൽ ഊല അൻ യൻഹാഹു അൻ തനാവുലി മാ ലാ യൻബഗി വയഅ്മുറുഹു ബിൽ ഇഹ്തിറാസി അൻ തിൽക്കൽ അശ്യാഇ അല്ലതി ബിസബബിഹാ വഖഅ ഫീ ദാലിക്കൽ മറദ്. നമ്മുടെ സാധാരണ ഭാഷയിൽ പഥ്യം എന്ന് പറയാറുണ്ടല്ലോ. ചില രോഗങ്ങൾക്ക് ഡോക്ടർമാര്, വൈദ്യന്മാര് നിർദ്ദേശിക്കും, ഇന്നത് നിങ്ങൾ കഴിക്കാൻ പാടില്ല കേട്ടോ, ഇന്നത് നിങ്ങൾ ഉപ്പ്
കഴിക്കരുത്, അല്ലെങ്കിൽ മധുരം ഉപയോഗിക്കരുത്, ഇന്നാലിന്ന പഴങ്ങൾ തിന്നരുത്, ഇന്നാലിനതൊക്കെ ഒഴിവാക്കണം എന്ന് പറയും. ഇത് ഒരു ചികിത്സക്കാരൻ അദ്ദേഹത്തിന്റെ രോഗിയോട് കാണിക്കുന്ന ഒരു രീതിയാണ്. അത് ആവശ്യവുമാണ്. കാരണം ഈ ചെയ്യരുത്, ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഈ വസ്തുക്കളായിരിക്കാം ഒരുപക്ഷെ ഈ മനുഷ്യന് രോഗമുണ്ടാക്കിയത്. അതല്ലെങ്കിൽ തന്റെ ചികിത്സ ഫലിക്കാതിരിക്കാൻ ഈ വസ്തുക്കൾ കാരണമാകാം. അൻ യൻഹാഹു അൻ തനാവുലി മാ ലാ യൻബഗി വയഅ്മുറുഹു ബിൽ ഇഹ്തിറാജി അൻ തിൽക്കൽ അശ്യാ അല്ലതി ബിസബിഹ വഖഅ ഫീ ദാലിക്കൽ മറദ് വഹാദാ ഹുവൽ മൗഇദ. ഇതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ള മൗഇദ. മൗഇദത്തും മിർ റബ്ബിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ മറ്റുള്ളവരുടെ ധനം അപഹരിക്കരുത്, ഗീബത്ത് പറയരുത്. ഇതൊക്കെ പഥ്യങ്ങളാണ്. ഇതൊക്കെ ഒരു വൈദ്യൻ നിർദ്ദേശിക്കുന്ന, തന്റെ രോഗിയോട് നിർദ്ദേശിക്കുന്ന പഥ്യങ്ങളെ പോലെയുള്ള പഥ്യങ്ങളാണിത്. അൽ മർത്തബത്തുസാനിയ, രണ്ടാമത്തെ അവസ്ഥ അശ്ശിഫാഉ വഹുവ അൻ യസ്ഖിയഹു അദ്വിയതൻ തുസീലു അൻ ബാതിനിഹി തിൽക്കൽ അഖ്ലാഖുൽ ഫാസിദ അൽ മൂജിബത്തു ലിൽ മറദ്. ആദ്യം ഇന്നതൊന്നും കഴിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. എന്നിട്ട് താൻ നിർദ്ദേശിക്കുന്ന, ഈ വൈദ്യൻ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഏതോ ആ മരുന്നുകൾ ഈ രോഗിയുടെ ശരീരത്തിൽ ശരിക്കും എഫക്ട് ചെയ്യാൻ പാകത്തിലുള്ള അവസ്ഥയിലായി ഈ രോഗിയെ മാറ്റിയെടുക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് മരുന്നുകൾ നിർദ്ദേശിക്കും. അങ്ങനെ മരുന്നുകൾ നിർദ്ദേശിക്കുമ്പോഴേ, ആ അവസ്ഥയിൽ മരുന്നുകൾ കുടിക്കുമ്പോഴേ, കഴിക്കുമ്പോഴേ ആ മരുന്നുകളെ കൊണ്ടുള്ള ഉപകാരമുണ്ടാകൂ. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന ഹറാമുകൾ, ഇന്ന കറാഹത്തുകൾ, ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എന്നിട്ട് കുറെ മരുന്നുകൾ, നിസ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം, സക്കാത്ത് കൊടുക്കണം, ഇങ്ങനെ കുറെ മഅ്മൂറാത്തുകൾ, ഇത് ഔഷധങ്ങളാണ്. ഫകദാലിക്കൽ അംബിയാ അലൈഹിമുസ്സലാം, ഇതേ രൂപത്തിലാണ് അംബിയാഇന്റെയും പ്രവർത്തനം. ഇദാ മനഉൽ ഖൽഖ, അവർ സൃഷ്ടികളെ വലങ്ങുന്നു അൻ ഫിഇൽ മഹ്ദൂറാത്തി, മഹ്ദൂറുകളെന്നും ഹറാമുകളെന്നും വിരോധിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പൊ സാറത്തു ലവാഹിറുഹും മുതഹറ അൻ ഫിഇൽ മാ ലാ യൻബഗി ഫഹീനഇദിൻ യഅ്മുറൂനഹും ബിതഹാറത്തിൽ ബാത്തിനി. ഇനി അവരുടെ അകം ശുദ്ധിയാക്കണം. അകം ശുദ്ധിയാക്കൽ എങ്ങനെയാണ്? തൗഹീദ് കൊണ്ട്, ഇബാദത്തുകളെ കൊണ്ട് അകം ശുദ്ധിയാക്കണം. ഇങ്ങനെ അകം ശുദ്ധിയാക്കി കഴിഞ്ഞാൽ ഫഇദാ സാലത്ത്, ഇങ്ങനെ പഥ്യങ്ങളും അതുപോലെ തന്നെ മരുന്നുകളും ഈ രണ്ടും കൂടിയാകുമ്പോൾ, എന്ന് പറഞ്ഞാൽ മഹ്ലൂറാത്തുകളെ ഒഴിവാക്കുക, മഅ്മൂറാത്തുകളെ കൊണ്ടുവരിക, ഈ നാലവസ്ഥകളിൽ നിന്ന് ഈ ഒന്നും രണ്ടും അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ തന്നെ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ശ്രോതാക്കളെ നിങ്ങൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. ഈ രണ്ട് അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ തന്നെ മഹ്ലൂറാത്തുകളെ ഒഴിവാക്കുക, മഅ്മൂറാത്തുകളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പഥ്യങ്ങളെ സ്വീകരിക്കുക, ഔഷധങ്ങൾ നിർദ്ദേശിക്കുന്നത് പ്രകാരം കഴിക്കുകയും ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഫൈദാ സാലത്ത്, ഹൃദയത്തിന്റെ കറകൾ നീങ്ങിപ്പോകും, ഹൃദയത്തിന്റെ തടസ്സങ്ങൾ നീങ്ങിപ്പോകും. ഫഖദ് ഹസല ശിഫാഉ ലിൽ ഖൽബ്, ഹൃദയത്തിന് ശിഫ ലഭിക്കും. വസാറ ജൗഹറു റൂഹി, തന്റെ റൂഹ് മുതഹറൻ, അത് ശുദ്ധീകരിക്കപ്പെട്ടതാകും. അൻ ജമീഉൻ നുഖൂശിൽ മാനിഅത്തി അൻ മുതാലഅത്തി ആലമിൽ മലകൂത്ത്, ആലമുൽ മലകൂത്തിനെ മുതാലഅ ചെയ്യലിനെ തൊട്ട് തനിക്ക് തടസ്സമാകുന്ന എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളെ തൊട്ടൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കും തന്റെ ഹൃദയം. എവിടെ വഹാബികൾ? ഇത് പറഞ്ഞ് ഇമാം റാസി റളിയല്ലാഹുവിനെ കുറിച്ച് ഈ വഹാബികൾക്ക് എന്ത് പറയാനുണ്ട്? മഹ്ലൂറാത്തുകളെ ഒഴിവാക്കുകയും മഅ്മൂറാത്തുകളെ കൊണ്ടുവരികയും ചെയ്യുക. ഈ രണ്ട് അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ തന്നെ തന്റെ ഹൃദയം ശുദ്ധിയാവുകയും ആലമുൽ മലക്കൂത്തിനെ, അള്ളാഹുവിന്റെ നിഗൂഢമായ അതീവ രഹസ്യമായ ലോകത്തെ മുതാല ചെയ്യുവാനുള്ള, അതിനെ നോക്കിക്കാണാനുള്ള, അതിൽ നിന്നും വായിച്ചെടുക്കാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണോ ആ തടസ്സങ്ങളൊക്കെ ഇതോടുകൂടി നീങ്ങിപ്പോയി. വസാറ ജൗഹുർ റൂഹി, തന്റെ റൂഹ് മുതഹറ, ശുദ്ധീകരിക്കപ്പെട്ടതാകും. അൻ ജമീഉൻ നുഖൂശിൽ മാനിഅത്തി അൻ മുതാലഅത്തി ആലമിൽ മലകൂത്ത്, ആലമുൽ മലക്കൂത്തിനെ മുതാല ചെയ്യലിന് തടസ്സമാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതിനെ തൊട്ടൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടതാകും. പിന്നെ
മൂന്നും നാലും അവസ്ഥകൾ വരുന്നേ ഉള്ളൂ. മൂന്നും നാലും അവസ്ഥകൾ വരുന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഈ മുഅ്മിനായ മനുഷ്യന് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകും. ഇനി ഔലിയായിന് ഗൈബറിയോ, ഔലിയായിന് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയോ എന്നും വഹാബി ചോദിക്കുന്നെങ്കിൽ ആ വഹാബിയെ കുറിച്ച് എന്ത് പറയാനുണ്ട്? മൂന്നാമത്തെയും നാലാമത്തെയും അവസ്ഥ വരലോടുകൂടി ഈ വലിയിന്റെ, ഈ സ്വാലിഹിന്റെ അവസ്ഥ എന്തായിരിക്കും? മൂന്നാമത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു, فعند هذه الحالة تصير هذه النفس بحيث قد اندفع فيها نقش الملكوت وتجلى لها قدس اللاهوت. പിന്നെ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ വ്യക്തമാവാത്തതും ആ മനുഷ്യന് മനസ്സിലാവാത്തതുമായ ഒന്നുമുണ്ടാവൂല മൂന്നാമത്തെ അവസ്ഥയിൽ. നാലാമത്തെ അവസ്ഥയിലോ പറയാനില്ല. ഈ അവസ്ഥകളാണ് വിലായത്തിന്റെയും മഅരിഫത്തിന്റെയും അവസ്ഥകളെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാജി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഫിറാസ ലഭിക്കുന്നത്? ഫിറാസയിലൂടെ വിവരങ്ങൾ പറയാനും മനസ്സിലാക്കാനും എങ്ങനെ സാധിക്കുന്നു? ഇത് മനസ്സിലാക്കാനാണ്, ഇത് അറിയാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഇമാം റാജി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഇബാറത്തുകൾ ഞാൻ വായിച്ചത്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, വഫീ മിസ്ലി ഹാദിഹിൽ അഹ്വാലി മിനസ് സഫാ. ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് സഫാ ഉണ്ടായിക്കഴിഞ്ഞാൽ യഖഉൽ ഇത്തിലാഉ അലാ ളമാഇരിൽ ഖുലൂബ്, ഹൃദയത്തിൽ മറച്ചുവെക്കപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ആ മനുഷ്യന് മനസ്സിലാകും. ചിലപ്പോൾ ആ ഹൃദയത്തിൽ മറച്ചുവെക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അവൻ പറയുകയും ചെയ്യും. ഇതാണ് ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വഇലാ മിസ്ലി ഹാദൽ കശ്ഫി, ഇത്തരം കശ്ഫിലേക്ക്, ഇത്തരം ഫിറാസയിലേക്കാണ് അൽ ഇഷാറത്ത് ബിഖൗലിഹി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൊണ്ട് ഇഷാറത്താക്കുന്നത്, ലൗല അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദമ ലനദറു ഇലാ മലകൂതിസ് സമാ. എത്ര വ്യക്തമാണ് ഈ ഹദീസ്. ലൗല അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദമ, മനുഷ്യന്റെ ഹൃദയത്തിൽ ശൈത്താന്റെ ആധിപത്യമില്ലായിരുന്നെങ്കിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ ശൈത്താന്റെ ആധിപത്യം സാന്നിധ്യമില്ലായിരുന്നെങ്കിൽ ലനദറു, ഈ മനുഷ്യർക്ക് നോക്കാൻ സാധിക്കുമായിരുന്നു, ഇലാ മലകൂതിസ് സമാ, ആകാശത്തിന്റെ രഹസ്യങ്ങളിലേക്ക് നോക്കാൻ സാധിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ. ഇതാണ് ഇമാം റാജി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മൗഇലത്താണ്, ഷിഫ ആണ്. ഈ മൗഇലത്തും ഷിഫയും ഈ രണ്ടും കൂടി ഒന്നിക്കുമ്പോൾ തന്നെ ആലമുൽ മലക്കൂത്തിനെ മുതാല ചെയ്യാൻ തടസ്സമായിക്കൊണ്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നീങ്ങി. പിന്നെ രഹസ്യങ്ങളെന്നൊന്നില്ല. അതാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഹൃദയത്തിനകത്തുള്ള ഒന്നിനെ പറയാൻ, കാണാൻ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഹദീസുകളിലൂടെ സമർത്ഥിക്കുകയാണ്. ലൗല അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി, ഇല്ലായിരുന്നെങ്കിൽ നദറു ഇലാ മലകൂതിസ് സമാ, ആകാശത്തിന്റെ മലക്കൂത്തിലേക്ക് നോക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, വഇന്നമാ തഹൂമു ശയാത്തീനു അലൽ ഖുലൂബ്, ഹൃദയത്തിന്റെ മേൽ, ഹൃദയങ്ങളിൽ ശൈത്താന്റെ ആധിപത്യമുണ്ടാകും. ഇദാ കാനത്ത് മശ്ഹൂനത്തുൻ ബിസ്സിഫാത്തിൽ മദ്മുമ, മോശം സ്വഭാവങ്ങളാണ് ഹൃദയത്തിനുള്ളതെങ്കിൽ. ഫഇന്നഹാ മർഅ ശൈത്താനി വജുന്ദിഹി, അങ്ങനെ മോശം സ്വഭാവങ്ങളാണ് ഹൃദയത്തിനുള്ളതെങ്കിൽ അവിടെ പിശാചിന്റെയും പിശാചിന്റെ ജുന്ദിന്റെയും പിശാചിന്റെ സഹായികളുടെയും മർഅയായിരിക്കും, മേയുന്ന സ്ഥലമായിരിക്കും ഹൃദയം. ആ ഹൃദയത്തിന് കശ്ഫും ഫിറാസയും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഹൃദയങ്ങൾക്ക് കശ്ഫും ഫിറാസയും ഉണ്ടാവുകയില്ല. തന്റെ സാധാരണ കണ്ണുകളെ കൊണ്ട് എന്തൊക്കെ കാണും അത് മാത്രമേ കാണൂ. അത് ഇവിടെയുള്ള മൃഗങ്ങൾക്കും സാധിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഹൃദയത്തിൽ നിന്ന് പിശാചിന്റെ ആധിപത്യം ഇല്ലാതെയാകുമ്പോൾ, എന്നാൽ ഹൃദയത്തിൽ പിശാചിന്റെ ആധിപത്യം വരുന്നത് എപ്പോഴാണ്? ഇദാ കാനത്ത് മശ്ഹൂനത്തുൻ ബിസ്സിഫാത്തിൽ മദ്മൂമ, മദ്മൂമത്തായ സിഫത്തുകൾ ഹൃദയത്തിലുണ്ടാകുമ്പോൾ. അത് ഈ സിഫത്തുകളിൽ നിന്നുമുള്ള മോചനം, അതാണ് മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങൾക്ക് ശിഫയുണ്ടാവുക. ഹൃദയങ്ങൾക്ക് ശിഫയുണ്ടാകുമ്പോൾ ഹൃദയത്തിന്റെ കശ്ഫുണ്ടാകും.
ആ കശ്ഫിനെ കുറിച്ചാണ് ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി, മുഅ്മിന്റെ ഫിറാസയെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന്. ഇത് ചെറിയ വിഷയമല്ല. ബഹുമാനപ്പെട്ട തസൗഫിന്റെ പ്രധാനപ്പെട്ട കിതാബാണല്ലോ ഹിക്കം. ഹിക്കം എന്ന വളരെ പ്രധാനപ്പെട്ട കിതാബിൽ പറയുന്നുണ്ട് ഫിറാസ 4 തരത്തിലാണ്. ഫിറാസത്തുൽ മുഅ്മിൻ, ഫിറാസത്തുൽ മൂഖിൻ, ഫിറാസത്തുൽ ഔലിയ, ഫിറാസത്തു സിദ്ദീഖീൻ. ഇങ്ങനെ 4 തരത്തിലാണ് ഫിറാസകൾ ഉള്ളത്. ഫിറാസത്തുൽ മുഅ്മിൻ, ഫിറാസത്തുൽ മൂഖിൻ, ഫിറാസത്തുൽ ഔലിയ, ഫിറാസത്തു സിദ്ദീഖീൻ. കിതാബുകളിൽ ഫിറാസത്തുൽ മുഅ്മിനെ വിശദീകരിക്കുന്നുണ്ട്. ഫിറാസത്തുൽ മൂഖിനും ഫിറാസത്തുൽ ഔലിയാവും ഫിറാസത്തു സിദ്ദീഖീനും ഇതൊന്നും അനുഭവിച്ചറിയേണ്ടുന്ന കാര്യങ്ങളാണെന്നും ഇബാറത്തുകളിലൂടെ, സംസാരങ്ങളിലൂടെ, വാക്കുകളിലൂടെ ഇതൊന്നും വരച്ചു കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ല എന്നൊക്കെയാണ് മഹാന്മാരാകുന്ന ഇമാമുമാർ ഇതിനെക്കുറിച്ച് പറയുന്നത്. ചുരുക്കത്തിൽ ഫകുല്ലു മൻ കാന അഖ്വാ, ഒരു മനുഷ്യന്റെ ഈമാൻ എത്രത്തോളം വർദ്ധിക്കുന്നു, ഒരു മനുഷ്യന്റെ ഈമാൻ എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം അവന്റെ ഫിറാസക്കും കട്ടികൂടും. ഒരു മനുഷ്യന്റെ ഈമാൻ എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം അവന്റെ ഫിറാസക്കും വർധന ഉണ്ടാകും. മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫിറാസയെ കുറിച്ച്, വതകൂനു മവാദു ഇൽമിഹി മിനൽ ഹഖ് ബിലാ സഹ്ബിൻ വലാ ഗഫല. സാധാരണ സംസാരങ്ങളിലും വിലയിരുത്തലുകളിലും അഭിപ്രായ പ്രകടനങ്ങളിലും സംഭവിക്കുന്ന സഹവും ഗഫലത്തും ഫിറാസയിൽ സംഭവിക്കുകയില്ല. ബൽ ഹുക്മു ഹഖ്ൻ, അല്ലാഹുവിന്റെ ഹുക്കുമാണത്. ജറാ അലാ ലിസാനി അബ്ദിൻ, ഒരു അടിമയുടെ നാവിലൂടെ അത് വന്നു എന്ന് മാത്രം. അള്ളാഹുവിന്റെ തീരുമാനമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ശംസുൽമയെ കുറിച്ചുള്ള അനുഭവം പറഞ്ഞില്ലേ, നിന്റെ മുഖത്ത് ഞാൻ കുഫ്രിയത്ത് കാണുന്നു എന്ന് പറഞ്ഞെങ്കിൽ അത് അള്ളാഹുവിന്റെ തീരുമാനം പറയുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം ബൽ ഹുക്മു ഹഖ്ൻ ജറാ അലാ ലിസാനി അബ്ദിൻ, ഒരു അടിമയുടെ നാവിലൂടെ വന്നു എന്ന് മാത്രം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു, ഈ 2 പേരും മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുന്ന സമയത്ത് ഫദഖല റജുലുൻ, ഒരു മനുഷ്യൻ മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു വന്നു. ഫഖാല മുഹമ്മദ് ബിൻ ഹസൻ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള മുഹമ്മദ് ബിൻ ഹസൻ എന്നിവർ പറഞ്ഞു, അതഫറസു അന്നഹു നജാറുൻ, അദ്ദേഹം ഒരു മരപ്പണിക്കാരനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഖാല ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതഫറസു അന്നഹു ഹദ്ദാദ്, അദ്ദേഹം ഒരു കൊല്ലനാണ്, കൊല്ലപ്പണിക്കാരനാണ്, ഇരുമ്പ് പണിക്കാരനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫസഅലഹു, ഷാഫി റളിയല്ലാഹു അൻഹു മുഹമ്മദ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു ഹദ്ദാദ, ഞാൻ മുമ്പ് കൊല്ലനായിരുന്നു, വസാഅ, ഇപ്പോ ഞാൻ മരപ്പണിക്കാരനുമാണ്. ബഹുമാനപ്പെട്ട അബുൽ ഖാസിം റളിയല്ലാഹു അൻഹു, അബുൽ ഖാസിം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, സൂഫിയാണ്, ഒക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു മഹാനായ അബുൽ ഖാസിം റളിയല്ലാഹു അൻഹു. അവർക്ക് നൈസാബൂറിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ബഹുമാനപ്പെട്ടവർക്ക് രോഗിയായപ്പോ ബഹുമാനപ്പെട്ട അവരുടെ ശിഷ്യരാകുന്ന അബുൽ ഹസൻ എന്നവരും അതുപോലെ തന്നെ ഹസനുൽ ഹദ്ദാദ് എന്നവരും ഷെയ്ഖിനെ, ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. ഉസ്താദിനെ കാണാൻ പോകുമ്പോ വഷ്തറയാ ബിനിസ്ഫി ദിർഹമിൻ, നിസ്ഫു ദിർഹം കൊണ്ട്, പകുതി ദിർഹം കൊണ്ട് കുറച്ച് ആപ്പിൾ പഴങ്ങളെ വാങ്ങി. ആപ്പിൾ പഴങ്ങൾ ഉസ്താദിനെ കാണാൻ വേണ്ടി പോകുമ്പോ ഉസ്താദിന്റെ അടുത്ത് ചെന്നു. അവർ വാങ്ങി ഈ ആപ്പിൾ പഴങ്ങൾ ഉസ്താദിന് കൊടുത്തു. ഫലമ്മാ കഅദ, അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് 2 പേരും ഇരുന്നു. ഖാല അബുൽ ഖാസിം, രോഗിയായി കിടക്കുന്ന അബുൽ ഖാസിം പറഞ്ഞു, മാ ഹാദിഹി ദുൽമ, ഇതിലെന്തോ നിങ്ങൾ കൊണ്ടുവന്ന ഈ പഴത്തിൽ എന്തോ ഒരു ഇരുട്ട് കാണുന്നുണ്ടല്ലോ, എന്തോ ഒരു ഇരുട്ട് കാണുന്നുണ്ടല്ലോ. ഈ പഴം നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ പഴത്തിൽ എന്തോ ഒരു ഇരുട്ടുണ്ടല്ലോ. ഈ 2 പേരും പറഞ്ഞു, മാദാ ഫഅൽന, ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ പറയുന്നത്? വതഫക്കറ, 2 പേരും ഇങ്ങനെ ആലോചിച്ചു, എന്താ ഇപ്പൊ നമുക്ക് പറ്റിയ അബദ്ധമെന്ന്. ഫഖാല, 2 പേരും പറഞ്ഞു, ലഅല്ലനാ ലൻ നുഅദ്ദി സമന തുഫാഹ്, ഈ പഴത്തിന്റെ വില നമ്മൾ കൊടുത്തിട്ടില്ല. ഇതാണ് ഈ പഴത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം. ഉടനെ തന്നെ പഴം വാങ്ങിയ സ്ഥലത്തേക്ക് ചെന്നു, പഴത്തിന്റെ വില കൊടുത്തു. എന്നിട്ട് ഷെയ്ഖിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു ചെന്നു. ഫലമ്മ വഖഅ ബസറുഹു അലൈഹിമാ ഖാല ഹാദാ അജബ്,
ഇത് വലിയ അത്ഭുതം തന്നെയാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. എന്താ സംഭവം? രണ്ടുപേരും പഴങ്ങൾ വാങ്ങുകയും പഴങ്ങൾ വാങ്ങുന്ന സമയത്ത് ആര് വില കൊടുക്കണമെന്ന് തർക്കിക്കുകയും അങ്ങനെ രണ്ടുപേരും വില കൊടുക്കാതെ ശ്രദ്ധിക്കാതെ തിരിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ബഹുമാനപ്പെട്ട അബുൽ ഖാസിമുൽ റളിയല്ലാഹു അൻഹു ഫിറാസയിലൂടെ ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കുകയും തന്റെ ശിഷ്യന്മാർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ മഹാന്മാരായ ഔലിയായിനെക്കുറിച്ച്, സൂഫികളെക്കുറിച്ച് ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് ചെന്നു. വകുന്തു റഅയ്തു ഫി തരീഖി ഇംറഅ, ഞാൻ വഴിയിൽ ഒരു അന്യ പെണ്ണിനെ ഞാൻ കണ്ടിരുന്നു. ഫഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ പറഞ്ഞു, യദ്ഖുലു അലയ്യ അഹദുക്കും, നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്റെ അടുത്തേക്ക് വരുന്നു, വ ആസാറുൻ ലാഹിറത്തുൻ അല ഐനൈഹി, അവരുടെ മേലിലാണെങ്കിലോ വ്യക്തമായ അയ്ബുകൾ, ന്യൂനതകൾ, കുറവുകൾ കാണാനുമുണ്ട്. ഇങ്ങനെയാണോ നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു. ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ആ വഹയ്യുൻ ബഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം വഹയുണ്ടോ? ഫഖാല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു, ല, വഹയൊന്നുമില്ല, വലാകിൻ തബ്സിറത്തുൻ വബുർഹാൻ വഫിറാസത്തുൻ സാദിഖ, വഹയ് നിലച്ചെങ്കിലും വഹയിന്റെ ഭാഗമാകുന്ന ഫിറാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷവുമുണ്ട്. ആ ഫിറാസയിലൂടെയാണ് ഈ സംഭവം ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്. ഇങ്ങനെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ ധാരാളം സംഭവങ്ങൾ അല്ലാഹു തആല അവന്റെ മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾ എങ്ങനെ ലഭിക്കുന്നു, എങ്ങനെ ഉണ്ടാകുന്നു നമ്മൾ വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം കിതാബുകളിൽ കാണാം. എന്താണ്? ഒരു മനുഷ്യൻ വന്നു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, മസ്മുക്ക, എന്താ നിന്റെ പേര്? ഖാല, ആ മനുഷ്യൻ പറഞ്ഞു, ജംറത്തുൻ, ജംറ എന്നാണ് എന്റെ പേര്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇബ്നു മൻ, നീ ആരുടെ മകനാ? ഖാല ഇബ്നു ശിഹാബ്, ഞാൻ ശിഹാബിന്റെ മകനാ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മിമ്മൻ, നീ ഏത് കബീലയിൽപ്പെട്ടവനാ? ഖാല മിനൽ ഹറാഖ, ഞാൻ ഹറാഖ കബീലയിൽപ്പെട്ടവനാ. ഖാല, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഐന മസ്കനുക, നിന്റെ സ്ഥലം, നീ താമസിക്കുന്ന സ്ഥലം എവിടെയാണ്? ഖാല ബി ഹറത്തിന്നാർ, ഹറത്തുന്നാറിലാണ് എന്റെ താമസം, രാജ്യത്തിന്റെ പേരാണ്. ഖാല ബി അയ്യിഹ, അല്ല ഹറത്തുന്നാറിൽ എവിടെയാണ്? ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിദാത്തിൽ അല്ലാ. ഖാല, ഈ മനുഷ്യൻ പറഞ്ഞു, ബിദാത്തിൽ അല്ലാ, ദാത്തുൽ അള്ളയിലാണ്. എന്താണ് ഈ സംഭവം? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ, നിന്റെ പേരെന്താകുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിച്ചു. ഖാല ജംറ, ജംറ എന്നാണ് എന്റെ പേര്. ജംറ എന്ന തീക്കട്ട എന്നാണല്ലോ അർത്ഥം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിന്റെ ഉപ്പാന്റെ പേരെന്താ? ഇബ്നു ശിഹാബ്, ശിഹാബ്, ചെങ്കോൽ. ഖാല മിമ്മൻ, നീ ഏതാ കബീല? ഹറാക്ക കബീലയാണ്. ഹറാക്ക, കരിച്ചു കളയൽ എന്നാണല്ലോ ഹറാക്കയുടെ അർത്ഥം. അദ്ദേഹത്തിന്റെ കബീലയുടെ തറവാടിന്റെ പേര് അങ്ങനെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിന്റെ താമസം, നിന്റെ വീട്, നിന്റെ നാട് എവിടെയാണ്? ബി ഹറത്തിനാർ, ഹറത്തുന്നാറില. ബി അയ്യിഹ, ഹറത്തുന്നാറിൽ എവിടെയാണ്? ദാത്തുലല്ല. ഇതൊക്കെ തീയിനെ, അഗ്നിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. പേരും പാപ്പാന്റെ പേരും താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരും എല്ലാതും, തറവാടും ഒക്കെ തീയിനെ സൂചിപ്പിക്കുന്ന പേരുകൾ. ഇതിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, അദ്രിക് അഹ്ലക ഫഖദ് ഇഹ്തറഖു, വേഗം നിന്റെ അഹ്ലുകാരിലേക്ക് പോയിക്കോ, അവിടെ തീപിടുത്തണ്ടായിട്ടുണ്ട്. വേഗം നിന്റെ
ഫഅലുകാരിലേക്ക് കേറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅല് നോക്കും, പക്ഷെ വലാ തയ്യറു, നബി തങ്ങൾ തിയറത്ത് നോക്കാറില്ല. വക്കാന യുഹിബ്ബുൽ ഇസ്മൽ ഹസൻ, നല്ല പേരുകളെ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടു. കാന യുഅ്ജിബുഹു ഇദാ ഖറജ ലിഹാജത്തിൻ അൻ യസ്മഅ, നബി തങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി പോകുമ്പോ നബി തങ്ങൾക്ക് കേൾക്കൽ വലിയ താല്പര്യമാണ്. യാ റാഷിദ്, യാ നജീഹ് എന്നിങ്ങനെയുള്ള വാക്കുകളെ. ഒരു മനുഷ്യൻ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുന്നു, യാ റാബിഹ്, ലാഭം കിട്ടിയവനെ. ഒരു മനുഷ്യൻ സിയാറത്തിന് വേണ്ടി ഇറങ്ങുകയാണ്, യാ മഖ്ബൂൽ, ഹജ്ജിന് പുറപ്പെടുന്ന ഒരു മനുഷ്യനാ, യാ മബ്റൂർ. ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോ ആ കാര്യത്തിലുള്ള വിജയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താല്പര്യമായിരുന്നു. എന്നാൽ ലക്ഷണം നോക്കലോ, ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും ലക്ഷണം നോക്കൽ നബി തങ്ങൾക്ക് ഇഷ്ടമില്ല. നബി തങ്ങൾ അത് വിലങ്ങിയിട്ടുമുണ്ട്. ഒരു ഹദീസ് കൂടി നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന ലാ യതതയ്യറു മിൻ ഷൈഇ, തീരെ ലക്ഷണം നോക്കാറില്ല. പക്ഷേ ഫഇദാ ബഅസ ആമിലൻ സഅല അൻ ഇസ്മിഹി, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരുമ്പോൾ അഅജബഹു ഫരിഹ ബിഹി, പേര് കേട്ട് നല്ല അർത്ഥമുള്ള പേരാണെങ്കിൽ അതിൽ സന്തോഷിക്കും. വറുഇയ ബിശ്റു ദാലിക ഫി വജ്ഹിഹി, അതിന്റെ സന്തോഷം മുഖത്ത് പ്രകടമാകും. അല്ല, ഈ പേരിന്റെ അർത്ഥം കേട്ടപ്പോ നബി തങ്ങൾക്ക് അത്ര താല്പര്യമായില്ല, എന്നാൽ റുഇയ കറാഹത്തു ദാലിക ഫി വജ്ഹിഹി, ആ വെറുപ്പും നബി തങ്ങളുടെ മുഖത്ത് അനുഭവപ്പെടും. മാത്രമല്ല വേദാ ദഖല ഖറിയ, ഒരു രാജ്യത്ത് ചെന്നാൽ സഅല അൻ ഇസ്മിഹ, രാജ്യത്തിന്റെ പേരെന്താണെന്ന് ചോദിക്കും. ലക്ഷ്യപ്രാപ്തിയുടെ പേരിൽ അറിയിക്കുന്ന എന്തെങ്കിലും നാമങ്ങളാണെങ്കിൽ നബി തങ്ങൾക്ക് സന്തോഷമാകും. ആ സന്തോഷം മുഖത്ത് പ്രകടമാകും. അല്ല, ആ രാജ്യത്തിന്റെ പേര് വെറുക്കപ്പെടുന്ന പേരുകളാണ്, അങ്ങനെയുള്ള അർത്ഥങ്ങളാണ്, പരാജയത്തിന്റെ ദില്ലത്തിന്റെ മേൽ അറിയിക്കുന്ന നാമങ്ങളാണോ, റുഇയ കറാഹിയത്തു ദാലിക ഫി വജ്ഹിഹി. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ. ഈ ഹദീസുകളെ മുഴുവനും വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുല്ല അലിൽ ഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താല്പര്യമായിരുന്നു, പക്ഷേ തിയറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. നബി തങ്ങൾ അത് വിലങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ താല്പര്യം എന്താണ്? മഅന തർഖീസി ഫിൽ ഫഇൽ വൽ മൻഉ മിന തിയറ, തിയറത്ത് പാടില്ല എന്നും ഫഇൽ പറ്റുമെന്നും. എന്താണ് അതിന്റെ അർത്ഥം? ഹുവ അന്ന ശഖ്സ ലൗ റആ ശൈഅൻ വദന്നഹു ഹസന വഹററഹു അലാ തലബി ഹാജതിഹി ഫൽയഫൽ ദാലിക. ഒരു മനുഷ്യൻ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി, താൻ ഇറങ്ങിയിട്ടുള്ള ഈ കാര്യം വിജയിക്കും, അതിൽ ലാഭമുണ്ടാകും, അതിൽ ഖൈറുണ്ടാകും എന്ന് തനിക്ക് തോന്നുന്ന തരത്തിലുള്ള വല്ല ലക്ഷണങ്ങളും കണ്ടാൽ ഫൽയഫൽ ദാലിക, അപ്രകാരം അവൻ ചെയ്തു കൊള്ളട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി, അപ്പൊ താൻ പുറപ്പെട്ട കാര്യം, താൻ ഇടപെടുന്ന കാര്യം, അതിൽ ഖൈറുണ്ട്, അതിൽ വിജയമുണ്ടാകും, അതിൽ ബറക്കത്തുണ്ടാകും എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വല്ല ലക്ഷണങ്ങളും കണ്ടാൽ ഫൽയഫൽ ദാലിക, അപ്രകാരം അതിൽ അവൻ ഉന്മേഷത്തോടുകൂടി പ്രവർത്തിച്ചു കൊള്ളട്ടെ. എന്നാൽ മാ ബഅദഹു മശ്ഊമ, താൻ ഇറങ്ങി പുറപ്പെട്ട കാര്യം അത് മോശമാണ്, അതിൽ വിജയം കിട്ടൂല എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യമാണെങ്കിലോ വയംനഉഹു മിനൽ മുളിയി ഇലാ ഹാജതിഹി, തന്റെ ആവശ്യം മുന്നോട്ട് പോകൂല, നടക്കൂല, അത് പരാജയപ്പെടും എന്നറിയിക്കുന്ന തരത്തിലുള്ള വല്ല ലക്ഷണങ്ങളുമാണ് കാണുന്നതെങ്കിലോ ഫലാ യജൂസു ഖബൂലുഹു, അത് സ്വീകരിക്കാൻ പാടില്ല. യാത്ര പുറപ്പെട്ട മനുഷ്യർ കരിമ്പൂച്ചയെ കണ്ട മടങ്ങി വരിക, യാത്ര അവസാനിപ്പിക്കുക, ഇങ്ങനെ പല ആചാരങ്ങളും പല നാടുകളും നിലനിൽക്കുന്നുണ്ടല്ലോ. ഇത്തരം സംഗതികളെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഒരു മനുഷ്യൻ ഒരു വഴിക്കിറങ്ങി ഒരു സംഗതിക്ക് പുറപ്പെട്ടു, തന്റെ ആ കാര്യം അത് സുഖകരമായി മുന്നോട്ട് പോകൂല എന്ന് തനിക്ക് തോന്നുന്ന തരത്തിലുള്ള വല്ല അനുഭവങ്ങളും വഴിക്കുണ്ടായാൽ ഫലാ യജൂസു ഖബൂലുഹു, അത് സ്വീകരിക്കാൻ പാടില്ല. അതേസമയത്ത് തനിക്ക് സപ്പോർട്ടായിക്കൊണ്ട് അനുകൂലമായിക്കൊണ്ട് തനിക്ക് വിജയമുണ്ടാകും, സന്തോഷമുണ്ടാകും എന്നറിയിക്കുന്ന വല്ല കാര്യങ്ങളുമാണെങ്കിലോ ഫൽയഫൽ ദാലിക, പ്രകാരം അവൻ ചെയ്തു കൊള്ളട്ടെ. എന്നാൽ തനിക്ക് തന്റെ ആവശ്യങ്ങൾക്ക് തന്റെ ഉദ്ദേശത്തിന് തടസ്സമുണ്ടാകുമെന്ന് തോന്നുന്ന ലക്ഷണങ്ങളാണ് ഉണ്ടായതെങ്കിലോ ഫലാ യജൂസു ഖബൂലുഹു, അത് സ്വീകരിക്കാനും പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ബൽ യംളി ലിസബീലിഹി, അവൻ ഇറങ്ങി പുറപ്പെട്ട വഴിയിൽ തന്നെ അവൻ മുന്നോട്ട് പോയി.
അഖ്ബല വന്തഹ അനിൽ മുളിയി ഫീ തലബി ഹാജത്തിഹി ഫഹുവ തിയറ. അല്ല, ഈ ലക്ഷണം കണ്ടുകൊണ്ട് തന്റെ ആവശ്യം പരാജയപ്പെടും, തന്റെ ഉദ്ദേശം നടക്കൂല, ലക്ഷണക്കേടുണ്ട്, അതാണ് ഇന്നാലിനെ പക്ഷിയെ കണ്ടത്, മൃഗത്തെ കണ്ടത്, ഇങ്ങനെ ശബ്ദം കേട്ടത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ അതിൽ നിന്ന് പിന്മാറിയാൽ ഫഹുവ തിയറ, അതാണ് ഈ വിരോധിക്കപ്പെട്ട തിയറത്ത്. അതിന്റെ ആ ലക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ആവശ്യത്തിൽ നിന്ന്, തന്റെ യാത്രയിൽ നിന്ന് പുറകോട്ട് പോകാൻ പാടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ, ഫൈദാർ അഹദുക്കും മാ യക്റഹു, ഒരു വഴിക്കിറങ്ങി, ആ വഴിക്കിറങ്ങിയപ്പോ തന്റെ ആവശ്യം നടക്കൂല, എന്തോ ഒരു ലക്ഷണക്കേട് തോന്നുന്ന എന്തോ കാര്യങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്താൽ തന്റെ ആ യാത്രയിൽ നിന്ന് തന്റെ പ്രവർത്തനത്തിൽ പിന്മാറാതെ ഫല്യഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാത്തി ഇല്ലാ അൻത, അല്ലാഹുവേ ഹസനാത്തുകളെ നീയാണ് കൊണ്ടുവരുന്നത്, വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത, ഏത് തിന്മയെയും നീയാണ് കൊണ്ടുവരുന്നവൻ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആ ലക്ഷണങ്ങളെ മാനദണ്ഡമാക്കിക്കൊണ്ട് യാത്രയിൽ നിന്നോ തന്റെ ദൗത്യത്തിൽ നിന്നോ പിന്മാറാതെ ഇന്ന മൃഗത്തെ കണ്ടു, ഇന്ന പക്ഷിയെ കണ്ടു, അതിങ്ങനെ ശബ്ദമുണ്ടാക്കി, അതുകൊണ്ട് എന്റെ ലക്ഷ്യം പൂർത്തിയാകൂല എന്ന് കരുതി പിന്മാറിയാൽ അത് വിരോധിക്കപ്പെട്ട ാണ്. അല്ലാഹു ലാ യഅതി ബിൽ ഹസനാത്തി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതേസമയത്ത് തന്റെ ആ യാത്രയോ തന്റെ ലക്ഷ്യമോ പൂർത്തിയാകും, ഖൈറുണ്ടാകുമെന്ന് കാണുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളുമാണെങ്കിലോ ഫല്യഫ്അൽ ദാലിക, അപ്രകാരം അവൻ ചെയ്തു കൊള്ളുകയും ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പല അനുഗ്രഹങ്ങളും അല്ലാഹു തആല സംവിധാനിക്കുകയും മുഅ്മിനീങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുവൊരു സ്വഭാവമാണ്, ഒരു മനുഷ്യന് ഉള്ളത് എന്താണോ അതിലപ്പുറം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കൂല. തനിക്ക് ലഭിക്കുന്നതെന്തോ, തനിക്ക് കിട്ടിയതെന്തോ അതേ മറ്റുള്ളവർക്കും ഉണ്ടാകാൻ പറ്റൂ, അതേ ലോകത്തുള്ളൂ. ഈ ധാരണ വെച്ചുകൊണ്ട് ഒരു മനുഷ്യന് ഫിറാസ കൊണ്ട് ഇന്നാലിന്റെ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ സംഭവിക്കും, അതെങ്ങനെ ഉണ്ടാകും എന്ന് ചോദിക്കുന്നവർ, ആ ചോദിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾ. അങ്ങനെ ചോദിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിലായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പടച്ചറബ് നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഈ സംബന്ധമായിക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് മറ്റ് പ്രോഗ്രാമുകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം.